പ്രതിഭാഗത്തിന്റെ വാദങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വാദമുഖങ്ങൾ എപ്പോൾ അവസാനിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. സൈഫുന്നിസ നേരത്തെ പുറത്ത് പറഞ്ഞു കേട്ടതുപോലെ സിനിമ പ്രൊമോഷന് വേണ്ടിയുള്ള ദുരുദ്ദേശം എന്നതിലേക്ക് വാദം എത്തിയിട്ടില്ല. മുഴുവൻ സമയവും സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന് പബ്ലിസിറ്റി നൽകുന്നു, അതിലേക്ക് എത്തുകയാണ്. മുഴുവൻ നേരവും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് വാർത്തകളിൽ നിറഞ്ഞ് പബ്ലിസിറ്റി നൽകുന്നു. അതെന്തിനു വേണ്ടി എന്നാണ് പ്രതിഭാഗം ചോദിക്കുന്നത്. സിനിമയ്ക്ക് വേണ്ടി എന്ന വാദത്തിലേക്ക് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ സൈഫുന്നിസ? തീർച്ചയായും സിനിമയ്ക്ക് വേണ്ടി എന്ന വാദത്തിലേക്കാണ്. കാരണം കൃത്യമായ ഒരു നീക്കമാണ് പ്രതിഭാഗം ഇന്ന് കോടതിയിൽ നടത്തിയിരിക്കുന്നത്. തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പരാതിയിൽ പറയുന്ന ദിവസത്തെ ദൃശ്യങ്ങൾ, വീഡിയോ ദൃശ്യങ്ങൾ പ്രതിക്ക് അനുകൂലമായുള്ള, തൻ്റെ കക്ഷിക്ക് അനുകൂലമായുള്ള വീഡിയോ ദൃശ്യങ്ങൾ നൽകാമെന്ന് കോടതിയെ അറിയിക്കുന്നു. അതിനുശേഷം കോടതി അത് വേണ്ട എന്ന് പറയുമ്പോൾ കൃത്യമായി തൻ്റെ കക്ഷിയുടെ നിലവിലെ സാഹചര്യം എന്താണ്, 30 മണിക്കൂർ കസ്റ്റഡിയിലിരുന്നു, നിരവധി പേർക്ക് ജോലി കൊടുക്കുന്ന ആളാണ്, വിവിധ സ്ഥലങ്ങളിൽ വ്യവസായം ആളാണ്, വ്യവസായങ്ങളുടെ പ്രവർത്തനങ്ങളെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ ഈ നടിയെ മാർക്കറ്റിംഗ് പരിപാടിക്ക് വേണ്ടിയാണ് ക്ഷണിച്ചത്, ദേഹത്ത് സ്പർശിച്ചിട്ടില്ല, കുന്തി ദേവി എന്ന പരാമർശം നടത്തിയ ശേഷവും സൗഹൃദത്തോടെ കൂടുകയാണ് ഈ നടി ഈ കക്ഷിയോട് പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിനോട് ഏതെങ്കിലും തരത്തിൽ ഒരു വിദ്വേഷം ആ സമയത്ത് ഉണ്ടായിട്ടില്ല. പരാതി എന്ന ഫോൺ കസ്റ്റഡിയിലുണ്ട്, ആവശ്യമെങ്കിൽ വിളിപ്പിച്ചാൽ മതി എന്നാണ് പറയുന്നത്. ജാമ്യം ലഭിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് പ്രതിഭാഗത്തിന്റെ വാദങ്ങളാണ്. വീഡിയോ തെളിവ് നൽകാമെന്ന് പ്രതിഭാഗം വീണ്ടും പറയുന്നു. വീണ്ടും വീഡിയോ തെളിവ് നൽകാമെന്ന് പറയുകയാണ്. വീഡിയോ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ പക്കലും ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉള്ളത്. മുഴുവൻ സമയവും സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞുവന്ന തനിക്കെതിരെ പബ്ലിസിറ്റി നൽകുകയാണ് എന്നാണ് പ്രതിഭാഗം പറയുന്നത്. ഫോൺ കസ്റ്റഡിയിലുണ്ട്, ആവശ്യമെങ്കിൽ വിളിപ്പിക്കാം, വീഡിയോ തെളിവ് നൽകാമെന്ന് വീണ്ടും പ്രതിഭാഗം പറയുമ്പോൾ വീണ്ടും കോടതി നിഷേധിക്കുന്നു. ഇപ്പോൾ വേണ്ട എന്ന് കോടതി പറയുകയാണ്. ഉദ്ഘാടന പരിപാടിയുടെ ദൃശ്യങ്ങൾ നൽകാം എന്നാണ് ആവർത്തിക്കുന്നത്. ഇപ്പോൾ വേണ്ട എന്ന് കോടതി വീണ്ടും പറയുന്നു. തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്, ഇതൊരു പബ്ലിസിറ്റി സ്റ്റണ്ടാണ് എന്ന വാദം ശക്തമായി ഉന്നയിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. നേരത്തെ ഹണി റോസിന് ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകാതിരുന്ന പ്രശ്നം, അതിനുശേഷം ആ ദൃശ്യങ്ങൾ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാകാതിരുന്ന പ്രശ്നം ഇപ്പോഴെങ്ങനെ ഉണ്ടായി എന്ന വാദത്തിലാണ് പ്രധാനമായും പ്രതിഭാഗം ഊന്നുന്നത്. അതാണ് കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന വ്യവസായി കഴിഞ്ഞ 30 മണിക്കൂറായി പോലീസ് കസ്റ്റഡിയിലാണ്. അറസ്റ്റിന്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല, ജാമ്യം ലഭിക്കേണ്ടതാണ് എന്ന് വാദിക്കുന്നു. ഏത് സമയവും വിളിപ്പിച്ചാൽ വരുന്ന ഒരാളാണ് താനെന്നും കോടതിയിൽ പറയുകയാണ്. അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നു എന്ന വാദത്തിലൂടെ ഉന്നയിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ. പരാതിക്കാരിക്കെതിരെയുള്ള ആരോപണങ്ങളുമായി പ്രതിഭാഗം രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. ഹണി റോസിനെതിരെ വീഡിയോ തെളിവ് നൽകാം എന്ന് രണ്ടാമതും ബോബി ചെമ്മണ്ണൂർ പറയുമ്പോൾ അത് രണ്ടാമതും കോടതി നിഷേധിക്കുന്നുണ്ട്. ഉദ്ഘാടന പരിപാടിയുടെ ദൃശ്യങ്ങൾ തനിക്കൊപ്പം ചിരിച്ചു നിൽക്കുന്ന ഹണി റോസ്, പിന്നീട് ഫേസ്ബുക്കിലൂടെ ആ ദൃശ്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഹണി റോസ് എന്ന വാദമാണ് പ്രതിഭാഗം ഉന്നയിക്കുന്നത്. താൻ ദൃശ്യങ്ങൾ തരാം എന്ന് വീണ്ടും പറയുന്നു. വീണ്ടും കോടതി അത് നിഷേധിക്കുകയാണ്. ഇപ്പോൾ വേണ്ട എന്ന് കോടതി പറയുന്നു. തന്റെ ഫോണടക്കം കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. താനൊരു വ്യവസായി, നിരവധി പേർക്ക് തൊഴിൽ നൽകുന്ന വ്യക്തി, കഴിഞ്ഞ 30 മണിക്കൂറായി പോലീസ് കസ്റ്റഡിയിലാണ് എന്നുള്ള വാദമാണ് ഉന്നയിക്കുന്നത്. അറസ്റ്റിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രതിഭാഗത്തിന്റെ വാദം. ജാമ്യം നൽകിയാൽ കേസിനെ ബാധിക്കില്ല എന്നും വാദമുഖമായി പറയുന്നുണ്ട്. കുന്തി ദേവിയായി അഭിനയിച്ച നടിയെ പോലെയുണ്ട് എന്നാണ് ബോബി പറഞ്ഞത് എന്നാണ് ഇപ്പോൾ രാമൻപിള്ള വാദിക്കുന്നത്. കുന്തി ദേവിയായി അഭിനയിച്ച നടിയെ പോലെയുണ്ട്, അത് ഏത് നടിയാണ് ഉദ്ദേശിക്കുന്നത്? മഹാഭാരതമാണ് താൻ ഉദ്ദേശിച്ചത്, മഹാഭാരതത്തിലെ കുന്തി ദേവിയാണ് താൻ ഉദ്ദേശിച്ചത് എന്നൊക്കെ പറഞ്ഞു. ഉയർന്ന പ്രതിഫലം നൽകിയിട്ടുണ്ട്. ഈ പ്രതിഫലം വഷളത്തരം പറയാനാണോ എന്നുള്ള ചോദ്യം മറുഭാഗത്തിന് സ്വാഭാവികമായും ഉന്നയിക്കാവുന്നതാണ്. ഉയർന്ന പ്രതിഫലം നൽകിയിട്ടുണ്ട്, ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഗസ്റ്റിനെ താൻ സ്ഥിരം വിളിക്കാറുണ്ട്. കോടതിയിലെ പരാമർശങ്ങളിൽ കോടതിയിൽ നൽകുന്ന വാദമുഖങ്ങൾ പോലും സ്ത്രീവിരുദ്ധമാകുന്നുണ്ട്. അത് കോടതി എങ്ങനെ പരിഗണിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. സൈഫുന്നിസ കുന്തി ദേവിയായി അഭിനയിച്ച നടിയെ പോലെയുണ്ട് എന്നാണ് ബോബി ചെമ്മണ്ണൂർ ഉദ്ദേശിച്ചത് എന്ന വാദം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ താൻ നല്ല പണം കൊടുത്തിട്ടുണ്ട്, നല്ല പ്രതിഫലം കൊടുത്തിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന വാദമാണോ ഉന്നയിക്കുന്നത്? സ്മൃതി,
കുന്തി ദേവിയെ പോലെ തോന്നി എന്നാണ് സീരിയലിൽ അഭിനയിക്കുന്ന കുന്തി ദേവിയെ പോലെ തനിക്ക് തോന്നി എന്നാണ് ഈ പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നത്. ഇതിൽ അയാൾ ഈ രാമൻപിള്ള കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന വീഡിയോ ദൃശ്യം എന്ന് പറയുന്നത് അന്നേ ദിവസം ഹണി റോസ് ധരിച്ചിരുന്ന വസ്ത്രത്തെയും ഒപ്പം തന്നെ മുടി കെട്ടിയ ശൈലിയെയും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അത് പറയുന്നത്. ഒരു സന്യാസിനിയുടെ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചാണ്, ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഷർട്ടാണ് ധരിച്ചിരുന്നത്. മുടി മുകളിലേക്ക് ഈ സന്യാസിനിമാർ കെട്ടുന്നത് പോലെ മുടി മുകളിലേക്കാണ് കെട്ടിയിരുന്നത്. ആ സമയത്താണ് താൻ പറഞ്ഞത് ഈ കുന്തി ദേവിയെ പോലെയാണ് എനിക്ക് ഹണി റോസിനെ കാണുമ്പോൾ തോന്നുന്നത് എന്ന് പറഞ്ഞത് എന്നാണ്. പക്ഷേ ഈ വാദങ്ങളൊക്കെ തന്നെ പ്രോസിക്യൂഷൻ തള്ളും എന്നുള്ളത് ഉറപ്പാണ്. കാരണം കൃത്യമായി അതിനുശേഷവും ഈ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട് അതിനുശേഷവും പല രീതിയിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഈ ബോബി ചെമ്മണ്ണൂർ നടത്തി എന്നുള്ളത് വസ്തുതയാണ്. അതിൻ്റെ തെളിവുകളുണ്ട്, വീഡിയോ ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി പറയുന്നത് വീഡിയോ ഇപ്പോൾ കാണേണ്ടതില്ല എന്നുള്ളത്. അതായത് ഹണി റോസിൻ്റെ വസ്ത്രത്തെയും ഒപ്പം തന്നെ മുടി കെട്ടിയ ശൈലിയെയും കാണിച്ചുകൊണ്ടാണ് അത് മഹാഭാരതത്തിലെ ചരിത്രകഥയിലെ ഒരു കുന്തി ദേവിയെ പോലെ തോന്നുന്നു എന്ന് പറയാൻ കാരണം എന്ന് വാദിക്കാനാണ് രാമൻപിള്ള ശ്രമിക്കുന്നത്. അതായത് നാളെ റിലീസാകാൻ പോകുന്ന ഹണി റോസിന്റെ അടുത്ത വാദം മറ്റൊരു പരിപാടിയിൽ പരാതിക്കാരിക്കൊപ്പം ബോബിയും ഉണ്ട് എന്നോ ക്ഷണക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് രണ്ടാമത്തെ പരിപാടിയിൽ അങ്ങനെയെങ്കിൽ എന്തിനു സഹകരിച്ചു, അതിൽ ബോബി ചെമ്മണ്ണൂരിന്റെ പരിപാടി ഉണ്ടായിരുന്നല്ലോ എന്നുള്ളതാണ്. മറ്റൊരു പരിപാടി ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന പരിപാടിയല്ല, പക്ഷേ മറ്റൊരു പരിപാടിയിൽ നടിക്കൊപ്പം തന്നെ ക്ഷണിതാവായി ബോബി ചെമ്മണ്ണൂരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ജാമ്യം അനുവദിക്കണമെന്ന പ്രതിഭാഗം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഹണി റോസിനെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് IPCയിലാണ് ജാമ്യം നൽകാവുന്ന വകുപ്പ് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ തുടങ്ങിയോ എന്നറിയേണ്ടതുണ്ട്. മറ്റു പരിപാടിയിൽ പരാതിക്കാരിക്കൊപ്പം ബോബിയും ഉണ്ട് എന്ന ക്ഷണക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് രണ്ടാമത്തെ പരിപാടിയിൽ എന്തിനു സഹകരിച്ചു എന്ന ചോദ്യം കൂടി പ്രതിഭാഗം ഉന്നയിക്കുകയാണ്. IPCയിലാണ് ജാമ്യം നൽകാവുന്ന വകുപ്പ് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. BNSൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ് എന്ന് പ്രോസിക്യൂഷൻ വിശദീകരിക്കുന്നുണ്ട്. ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിട്ടുള്ളത്. ഭാരതീയ ന്യായ സംഹിതയിൽ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ കൂടുതൽ ശിക്ഷ ലഭിക്കുന്ന വകുപ്പുകളായിട്ടാണ് ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ BNSൽ ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ് ചുമത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യമായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയാണ്.